മോഹൻലാൽ, അതായത് നമ്മുടെ ലാലേട്ടൻ, ഇന്ന് മീഡിയയ്ക്ക് മുന്നിൽ സംസാരിച്ചു. ഇന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി പറഞ്ഞു. കാരണം ഇത്രയും ദിവസം മാധ്യമങ്ങളിലോ അല്ലെങ്കിലും മറ്റുള്ള ആൾക്കാരും ഒക്കെ പറഞ്ഞിരുന്ന മോഹൻലാൽ ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മുങ്ങിയെന്നും അതിനെക്കുറിച്ച് മോഹൻലാലിൻ്റെ മിണ്ടാട്ടത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്ത സമയത്താണ് അദ്ദേഹം ഇപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം, കൺസേൺസ് എല്ലാം പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഈ റിപ്പോർട്ട് അനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കേസുകൾ അനുസരിച്ചുള്ള എന്താ പറയുക, കാര്യങ്ങളിൽ ഒരു വ്യക്തത കിട്ടണം. അതിന് പോലീസും കോടതിയും ഒക്കെ കേസ് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ മാധ്യമപ്രവർത്തകരെ പോലെ, അതായത് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ പോട്ടെ, നമ്മൾ ഓരോരുത്തരെയും പോലെ അദ്ദേഹത്തിനും അതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്കി കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും വർഷമായിട്ട് എന്നെ അറിയാവുന്നതല്ലേ, ഇങ്ങനൊരു എന്താ പറയുന്നത് ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത് ഇന്നലെ വരെ ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബം അല്ലെങ്കിൽ നമ്മളിൽ ഒരാളെ പോലെ കണ്ടുകൊണ്ടിരുന്ന ഒരാളെ പെട്ടെന്ന് ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്യനെ പോലെ കാണേണ്ട സാഹചര്യം ഉണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. വളരെ ശരിയായ ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാർപ്പ് വിളിക്കുക, അദ്ദേഹത്തെ കാണുമ്പോൾ ഓളം വെക്കുകയും ചെയ്യുന്ന മലയാളികൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സീൻ വന്നപ്പം അയ്യേ കൊള്ളാം, ലാലേട്ടൻ മുങ്ങി അല്ലെ മോഹൻലാൽ മുങ്ങി എന്നുള്ളൊരു സിറ്റുവേഷനിൽ സംസാരിക്കുകയും അദ്ദേഹത്തിനെ ഒരുമാതിരി ചില ആൾക്കാർ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്തായിരുന്നു. എങ്കിലും അദ്ദേഹം ഇപ്പോൾ വന്നു, അദ്ദേഹത്തിൻ്റെ കാര്യകാരണങ്ങൾ, അദ്ദേഹം എന്തുകൊണ്ട് ഇത്രയും ദിവസം സ്ഥലത്തില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മൂവി ബെറോസിൻ്റെ ബാക്കി കാര്യങ്ങൾ തീർപ്പാക്കാനുണ്ടായിരുന്നു, അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോയി. പക്ഷേ എന്നിരുന്നാലും ആ സിനിമയുടെ റിലീസ് മാറ്റി വെച്ചിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പിന്നെ രണ്ടാമത് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ സർജറിയും ആയിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്, അങ്ങനെയുള്ള കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താഞ്ഞതെന്നും പിന്നീട് അമ്മ എന്ന സംഘടനയിലെ ഭാരവാഹിത്വം, അതായത് പ്രസിഡന്റ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഭാരവാഹിത്വത്തിൽ നിന്നൊക്കെ ഒഴിവായതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ വ്യക്തമാക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹം എല്ലാം വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മാധ്യമങ്ങൾ ചെറുപറ അവിടുന്ന് ഇവിടുന്ന് ചോദ്യങ്ങളൊക്കെ തുടങ്ങി. എന്നാലും അദ്ദേഹം പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ വലിയ ഒരു ചർച്ച അല്ലെ മാധ്യമങ്ങൾക്ക് ഒരു പ്രസ് മീറ്റൊക്കെ നടത്തി അദ്ദേഹത്തിന് ശീലമില്ല, പരിചയമില്ല, അങ്ങനെ ഒരു സംസാരിച്ച് ശീലമില്ല എന്നുള്ളത് പറഞ്ഞു. എന്നിരുന്നാലും അദ്ദേഹം സംസാരിച്ചു. അപ്പം എന്താ പറയുക, നാളെയും അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ നാളെയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വരും നാളുകളിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ആർപ്പ് വിളിക്കുന്ന അതേ ആളുകൾ ഇന്ന് അദ്ദേഹത്തിനെ ഒരു ചെറിയൊരു കാര്യത്തിൻ്റെ പേരിൽ ഇങ്ങനെ വ്യക്തിഹത്യ വരെ ചെയ്യുന്ന ആൾക്കാർ ഉള്ള ഒരു സമൂഹമാണ്. ഇപ്പോൾ എന്തായാലും അദ്ദേഹവും പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെ ഒരു കമ്മിറ്റി വന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പോലെ ഒരു തീരുമാനം പോലീസും കോടതിയൊക്കെ അന്വേഷിച്ച് അതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹവും അതിനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി രണ്ടാമത് പറയാനുള്ളത്, അപ്പം ആ ഒരു സംഭവം കഴിഞ്ഞ് ഇന്ന് രാവിലെ കണ്ട വേറൊരു സാധനമാണ്. മുകേഷിൻ്റെ കാറിൻ്റെ പുറകെ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത്, കാരണം അവരുടെ ചാനലിനകത്താണ് ഈ പറയുന്നത് ലൈവായിട്ട് പിടിക്കവനെ എന്നൊക്കെ പറഞ്ഞ് ചേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിനിമയിലൊക്കെ കാണത്തില്ലേ, എന്നെ ഇപ്പോൾ അടുത്ത വെള്ളിയാഴ്ച പിടിക്കാന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ നമ്മൾ സിനിമേഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്ന പോലെ പുറകെ ചേസ് ചെയ്യുക മുകേഷിൻ്റെ കാറിനെ, എന്തിൻ്റെ കേടാന്നറിയത്തില്ല. ഇത് ഈ വന്ന് കോമഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടേഴ്സ് വലിയ വിദ്യാഭ്യാസവും പഠിത്തമൊക്കെ ഉള്ള വണ്ടി വെച്ച ഈ കാറിൻ്റെ അകത്ത് ക്യാമറയും വെച്ചുകൊണ്ട് മറ്റേ, സത്യം പറഞ്ഞാൽ അത് ഒരു ഒളി ക്യാമറ സെറ്റപ്പാണ്. ഒരു വണ്ടി പോകുന്നു, അതിൻ്റെ പുറകെ പോകുന്നു, എന്തൊക്കെയാണ് നാണംകെട്ട പരിപാടി. എന്തായാലും അതിൻ്റെ ഒരു ചെറിയ ബൈറ്റ് കൊടുക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ എവിടം വരെ ചെല്ലുമെന്നുള്ളത്. ജോലി ചെയ്യണം.